ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചാണ്. എന്താണ് സുഹൃത്ത്? നമുക്കെല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? ശരിക്കും അവരൊക്കെ നല്ല സുഹൃത്തുക്കളാണോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെ നമ്മുടെ സുഹൃത്ത് ബന്ധത്തെ നല്ലതാണോ അതോ മോശമാണോ എന്ന് കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സുഹൃത്ത് എന്ന വിഷയത്തെ കുറിച്ചാണ്. സുഹൃത്ത് ബന്ധത്തെ കുറിച്ചാണ്. അപ്പൊ എങ്ങനെ നമുക്കൊരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കാം? നമ്മൾക്കിടയിൽ ആരൊക്കെയാണ് നല്ല സുഹൃത്തുക്കൾ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ചെറുതോ വലുതോ ആയ ഒരു സുഹൃത്ത് ബന്ധം തന്നെ ഉണ്ടാവും. ഒരു സുഹൃത്തെങ്കിലും ഇല്ലാത്ത വ്യക്തികൾ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സുഹൃത്താണെങ്കിലും ഒരുപാട് സുഹൃത്താണെങ്കിലും അതിൽ നിന്ന് നല്ലതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. കളിക്കാനും കൂടെ നടക്കാനും മിഠായി പങ്കുവയ്ക്കാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. അതൊക്കെ നമ്മുടെ ആ പ്രായത്തിൻ്റെതായ സുഹൃത്തുക്കളാണ്. അതൊരു നല്ല സുഹൃത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കൂടെ നടക്കുന്നവരും നമ്മുടെ കൂടെ കളിക്കുന്നവരും നമ്മുടെ കൂടെ ഇരിക്കുന്നവരും ആയിരിക്കും അന്നത്തെ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മൾ വിചാരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു സ്കൂൾ കാലങ്ങളിലാവുമ്പോൾ നമ്മളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കളിക്ക് കൂട്ടു നിൽക്കുന്ന, നമ്മൾ എന്ത് കാണിക്കുന്നതിനും കൂടെ നിൽക്കുന്നവരായിരിക്കും നമ്മുടെ സുഹൃത്ത്. അപ്പോഴും നമ്മളവിടെ നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയുന്നില്ല. നമ്മൾ ചീത്തയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാനും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ അവരെ നല്ലത് എന്ന് വിളിക്കുന്നതാണ്. ഇത് കുറച്ച് കഴിഞ്ഞ ഒരു ടീനേജ് ആകുമ്പോൾ നമ്മുടെ എല്ലാം രഹസ്യങ്ങളും സീക്രട്സുകളും സൂക്ഷിക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ ബെസ്റ്റ്, നമ്മുടെ മനസ്സ് സൂക്ഷിപ്പുകാർ. അതും ഒരു ബെസ്റ്റ് സുഹൃത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാലങ്ങൾ അവരിൽ നിന്നൊക്കെ നമ്മൾ മാഞ്ഞു പോയേക്കാം. ചിലപ്പോൾ അവരായിരിക്കും നമ്മുടെ പിന്നീടുള്ള ബെസ്റ്റ് സുഹൃത്ത്. എന്നാൽ ഒരു 30-35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു സുഹൃത്ത് ഉണ്ടാവും. ഒരുപാട് സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് 1-2 ഒക്കെ ആയിരിക്കും നമുക്ക് അന്ന് ബാക്കിയായിട്ടുണ്ടാവുക. ചിലപ്പോൾ 35-നൊക്കെ ശേഷമായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ബാധ്യതകളൊക്കെ ആയതിനു ശേഷമായിരിക്കും അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടും. ആ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനും നമ്മുടെ ഒരു ചെറിയ നേട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ ആരെങ്കിലും കളിയാക്കുമ്പോൾ അവരോട് വാദിക്കുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്ന, നമ്മുടെ ചെറിയ ചെറിയ നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന, അവരുടെ സ്വന്തം നേട്ടമായിട്ട് കണ്ടെത്തുന്ന, നമ്മുടെ സങ്കടങ്ങളെ സ്വന്തം സങ്കടങ്ങളായി കണ്ടെത്തുന്ന, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നവരായിരിക്കും നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അതാണ് ബെസ്റ്റ് സുഹൃത്ത്. നമ്മളെന്താണോ അത് തിരിച്ചറിയുന്ന ചെയ്യുന്നവരായിരിക്കും നമ്മുടെ ബെസ്റ്റ് സുഹൃത്ത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നിനക്ക് ഇതെങ്ങനെ അറിയാം? 35 വയസ്സാവാത്ത നിനക്ക് എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാം? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മുൻ ജനറേഷനോട് നിങ്ങൾ ചോദിക്കുക എന്താണ് ബെസ്റ്റ് സുഹൃത്ത്. അവർ പറഞ്ഞു തരും. അവരുടെ ലൈഫിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സുഹൃത്ത് എപ്പോഴാണ് എവിടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. അവർക്കറിയില്ലെങ്കിൽ അവരുടെ മുന്നത്തെ ജനറേഷനോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഒരു നല്ല സുഹൃത്ത് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഹാപ്പി മൈൻഡ്, ഹാപ്പി ലൈഫ്.